1988 സ്ഥാപിതമായ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ് IHRD. അന്നു മുതൽ ഇന്ന് വരെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് സാങ്കേതിക രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് IHRD ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 88 സ്ഥാപനങ്ങൾ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തുടങ്ങി അതുപോലെ നമ്മുടെ പോളിടെക്നിക് കോളേജുകൾ, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, റീജിയണൽ സെൻറ്റർ, മോഡൽ ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങിയ വിവിധ മേഖലകളിലും മാത്രമല്ല വിവിധ പ്രായപരിധിയിലുമുള്ള വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ മഞ്ചേശ്വരം തുടങ്ങി തിരുവനന്തപുരത്ത് ധനുവച്ചപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന വിദ്യാഭ്യാസ ശൃംഖലയാണ് IHRDയുടെ. സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതയുടെയും വിദ്യാർത്ഥികളുടെയും മനോഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് സഹായകമായ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് IHRD എന്നും പ്രതിജ്ഞാബദ്ധമായിട്ടുണ്ട്. നമുക്കറിയാം 1980കളിലെ കമ്പ്യൂട്ടർ വിരുദ്ധമായിട്ടുള്ള ചില മനോഭാവങ്ങൾ രൂപപ്പെട്ട സമയത്ത് തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തേക്ക് മുന്നോട്ട് വന്ന ഒരു സ്ഥാപനമാണ് IHRD. അതുപോലെ തന്നെ ഈ കാലങ്ങളിൽ 2 വർഷത്തിന് മുമ്പ് AI മേഖലയിൽ ഉണ്ടായ പുതിയ ഡെവലപ്മെൻറ്റുകളെ സമൂഹത്തിലേക്ക് എത്തിക്കുവാനായിട്ട് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നു. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം 2 മാസക്കാലമായിട്ട് നാം അറിഞ്ഞു വരുന്ന അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയും വിവിധ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞു വരുന്ന യുവജനതയിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ, അത് അക്രമവാസനകളാകട്ടെ, ലഹരിയോടുള്ള ബന്ധത്തിലുള്ള ആഭിമുഖ്യമാകട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിന് ദോഷമായിട്ട് തീരുന്നു എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യുവജനതയെ അഡ്രസ്സ് ചെയ്യുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ അതിനൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുവാനായിട്ട് IHRD തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം IHRDയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടുകൂടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു അവരുടെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം നടന്നിട്ടുണ്ട്. അവിടെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് നാം ഇവിടെ വാർത്താ സമ്മേളനം നടത്തുന്നത്. മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച, അതായത് നാളെ രാവിലെ IHRDയുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ചുമതലയിലും ആഭിമുഖ്യത്തിലും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലെ പങ്കാളിത്തത്തോടുകൂടെ ഇത്തരം പ്രവണതകൾക്കെതിരെ, അതായത് അക്രമവാസനകൾക്കും ലഹരിയുടെ ഉപയോഗത്തിനും എതിരെ സ്നേഹത്തോൺ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. സ്നേഹത്തോൺ എന്ന് പറയുന്നതിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സമൂഹത്തെ ബോധവൽക്കരിക്കുവാനായിട്ട് സമൂഹത്തിലെ വിവിധ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോളേജ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൂട്ടയോട്ടം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തത് IHRDയിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് സ്ഥാപനത്തിൻ്റെ ക്യാമ്പസുകളിൽ സ്നേഹമതിൽ സംഘടിപ്പിക്കുക. മൂന്നാമതായിട്ട് സ്നേഹസംഗമം നടത്തുക. അത് പ്രമുഖരായിട്ടുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പോലീസ് മേഖലയിലോ എക്സൈസ് മേഖലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലോ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ വിളിച്ചുകൊണ്ട് സ്നേഹസംഗമം നടത്തുക. IHRD പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കേവലം കണ്ടൻറ്റ് ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അവരെ അവബോധം ഉണ്ടാക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകപ്പാടെ ചെയ്യുവാൻ സാധിക്കുന്നത് ബോധന പ്രക്രിയകളാണ്. ആ ബോധന പ്രക്രിയയുടെ ഭാഗമായിട്ട് അവബോധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പങ്കാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമുക്കറിയാം ലഹരിയുടെ മാഫിയ ശക്തമാണ്, മാത്രമല്ല അതിൻ്റെ നെറ്റ്വർക്കും ശക്തമാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. അതിന് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ഇത് കൂടുതൽ വ്യാപിക്കാതിരിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് പടർന്നു കയറാതിരിക്കാൻ വേണ്ടി
വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക, സമൂഹത്തെ ബോധവൽക്കരിക്കുക, ഇതൊരു തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതികൾ അല്ലെങ്കിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിന് IHRD നേതൃത്വം നൽകുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയോടുള്ള ബന്ധത്തിൽ നമുക്ക് 6 സ്ഥാപനങ്ങളാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നാളെ രാവിലെ 8 മണിക്ക് കാൽടെക്സ് ജംഗ്ഷൻ മുതൽ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ആ റോഡിൽ നമ്മൾ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നു. അത് കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക്കിൻ്റെ ആഭിമുഖ്യത്തിലാണ് അത് നടത്തപ്പെടുന്നത്. കണ്ണൂർ CI ശ്രീ ശ്രീജിത്ത് കൊടേരി ആ കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. അതുപോലെ കൂത്തുപറമ്പ് CASുമായിട്ട് ബന്ധപ്പെട്ട് പഴയതിരത്ത് ജംഗ്ഷൻ മുതൽ ഫയർ സ്റ്റേഷൻ വരെയുള്ള ആ സ്ഥലത്ത് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു രാവിലെ 9 മണിക്ക്. ഇരിട്ടി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൻ്റെ ആഭിമുഖ്യത്തിൽ കല്ലുമുട്ടി ജംഗ്ഷൻ അല്ലെങ്കിൽ പരിസരം മുതൽ കല്ലുമുട്ടി പോലീസ് സ്റ്റേഷൻ പരിസരം മുതൽ ഇരിട്ടി പഴയ സ്റ്റാൻഡ് വരെ 9 മണിക്ക് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നുണ്ട്. നെരുവമ്പ്രം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൻ്റെ ആഭിമുഖ്യത്തിൽ നെരുവമ്പ്രത്ത് വായനശാല ജംഗ്ഷൻ മുതൽ കോളേജ് ക്യാമ്പസ് വരെ രാവിലെ 9 മണിക്ക് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നുണ്ട്. പിണറായി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൻ്റെ ആഭിമുഖ്യത്തിൽ പടന്നക്കര ജംഗ്ഷൻ മുതൽ പിണറായി കൺവെൻഷൻ സെൻറ്റർ വരെയുള്ള സ്ഥലത്ത് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കൂട്ടയോട്ടങ്ങൾ നമ്മുടെ നാളത്തെ പരിപാടിയുടെ 1ാമത്തെ ഭാഗം മാത്രമാണ്. അതിൻ്റെ 2ാമത്തെ ഭാഗമായിട്ട് ക്യാമ്പസുകളിൽ സ്നേഹമതിലും അതുപോലെ സ്നേഹ സംഗമങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സ്നേഹ സംഗമങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് ക്ഷണിക്കുന്ന വിശിഷ്ട അതിഥികൾ പങ്കെടുത്ത് കുട്ടികളുമായിട്ട് സംവദിക്കുന്നതായിരിക്കും.